കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ നാവിക് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി കെട്ടിക്കിടക്കുന്നു. വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമുള്ള ഉപകരണം ഗുണം ചെയ്യാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ചില്ല. കെൽട്രോൺ ആണ് നാവിക് നിർമ്മിച്ചത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മത്സ്യത്തൊഴിലാളികൾക്ക് സാങ്കേതിക സഹായം നൽകുന്നതിനായി കഴിഞ്ഞ സർക്കാർ ഏർപ്പെടുത്തിയ നാവിക് ഉപകരണങ്ങളാണ് ആർക്കും ഗുണപ്പെടാതെ പോയത്. 5000 ഉപകരണം നിർമ്മിക്കാനായിട്ടായിരുന്നു കെൽട്രോണുമായുള്ള കരാർ. എന്നാൽ 1500 എണ്ണം മാത്രമാണ് നിർമ്മിച്ചത്. ഇതിൽ 941 ഉപകരണങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. ബാക്കി ഉപകരണങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. കരയിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശം മാത്രമേ നാവിക് ഉപകരണത്തിൽ വരികയുള്ളൂ. കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് തിരികെ സന്ദേശം നൽകാൻ കഴിയില്ല. ഇതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ നാവിക്കിനെ ഉപേക്ഷിച്ചത്. വിതരണം ചെയ്യാത്ത 609 ഉപകരണങ്ങൾ തിരികെ എടുക്കാനും ബാക്കി പണമടയ്ക്കാനും കെൽട്രോണിനോട് ആവശ്യപ്പെട്ടെങ്കിലും രണ്ടും നടന്നില്ല. ഓക്കിക്ക് ശേഷം രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയാണ് ഉപകരണം വാങ്ങാൻ നിർദ്ദേശിച്ചത്. 2 വേ കമ്മ്യൂണിക്കേഷൻ കൂടിയുള്ള ഉപകരണമായിരുന്നെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്പെട്ടേനെ. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം.